ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ തുടങ്ങിയില്ലേ? ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ നല്ല മഴയാണ്. ഇപ്പോൾ ഞാൻ ഈ വോയിസ് ചെയ്യുന്ന സമയത്ത് പോലും നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ രാവിലെ തന്നെ മഴയാണെങ്കിലും ചേട്ടൻ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ടടുത്തായിരുന്നു ജോലി, അതുകൊണ്ട് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയി വന്നിട്ട് ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. അതായത് ചേട്ടൻ ജോലിക്ക് പോയ സമയത്ത് ഞാനൊന്ന് പോയി കിടന്നു. നല്ല കാല് വേദനയായിരുന്നു കേട്ടോ. പോയി കിടന്ന് നല്ലതായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി എഴുന്നേറ്റ സമയത്ത് സത്യം പറഞ്ഞാൽ 9 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ ഞാൻ ഇട്ടിട്ട് അതിൽ തന്നെ അടച്ച് വെച്ചിട്ടാണ് പോയി കിടന്നത്. പിന്നീടാണ് വന്ന് ചൂടാക്കി ചായയൊക്കെ കുടിച്ചത് കേട്ടോ. പിന്നീട് പലഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അത് ചേട്ടന് ഇടയ്ക്ക് ഒന്ന് വന്നു. ഞാൻ ഉറങ്ങുന്നത് കണ്ടതുകൊണ്ട് ചേട്ടനെ വിളിച്ചില്ല. കാരണം അവിടെ കറണ്ട് കട്ടായതുകൊണ്ട് തന്നെ, ഇപ്പോൾ ടൈൽസിൻ്റെ പണിക്കല്ലേ പോകുന്നു, അപ്പോൾ കറണ്ട് കട്ടായതുകൊണ്ട് തന്നെ അത് ജോലി ഇടയ്ക്കൊരു 8 മണിയൊക്കെ ആയ സമയത്ത് ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് പിന്നെ എന്നെ വിളിച്ചില്ല. ചേട്ടൻ ഞാൻ രാവിലെ ചേട്ടന് കൊണ്ടുപോകാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേട്ടൻ കഴിച്ചിട്ട് പോയായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ എഴുന്നേറ്റ സമയത്ത് അമ്മ പറഞ്ഞ ചേട്ടൻ വന്നിട്ട് പോയി എന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നെ എനിക്ക് മാഗി ഇതിനൊരു കൊതി തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഇന്നത് ഡയറ്റ് എടുക്കാതെ, രാവിലെ ഡയറ്റ് ചെയ്യാതെ മാഗിയാണ് ഞാൻ ഉണ്ടാക്കി കഴിച്ചത്. ഇനിയിപ്പോൾ മൺഡേ തൊട്ട് ഡയറ്റ് എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ മാഗി ഉണ്ടാക്കിയാണ് ഞാൻ കഴിച്ചത്. ചായ ഇട്ട് കുടിച്ചായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാൻ കുറച്ച് എടുത്ത് കാച്ചിയും വെക്കും. എല്ലാം കാച്ചി വെക്കാതിരുന്ന പാല് കേടായി പോകും കേട്ടോ. അതുകൊണ്ട് പാലും കാച്ചിയും വെച്ചിട്ട് പിന്നീട് അരി വെള്ളത്തിട്ട് കേട്ടോ. അതായത് അരി അത് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പല്ല, ഇൻഡക്ഷനിലാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ റേഷൻ അരി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മറ്റേ വിലയുള്ള അരി ആയിരുന്നെങ്കിൽ നമ്മൾ തലേ ദിവസം ഇതുപോലെ നല്ലപോലെ തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസം 2-3 പ്രാവശ്യം ഇൻഡക്ഷനിൽ വെച്ച് ചൂടാക്കിയാണ് ഞാൻ എടുക്കുന്നത്. അതും ഒരുമിച്ചല്ല, രാവിലെ എടുത്തുടൻ തന്നെ ഒരു പ്രാവശ്യം തിളപ്പിച്ചങ്ങ് വയ്ക്കും. പിന്നീട് നമുക്ക് വാർത്ത് വയ്ക്കുന്ന സമയത്തും ഒരിക്കൽ കൂടെ തിളപ്പിക്കുന്ന സമയത്തേക്കും ചോറ് റെഡിയാവും. അങ്ങനെ എൻ്റെ അടുക്കളയിൽ എല്ലാ ജോലിയും കഴിഞ്ഞു. വീട്ടിൽ എൽസയൊക്കെ ഫോൺ വിളിച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ചോറ്, മീൻ പൊരിച്ചത്, തോരൻ, അവിയൽ, മീൻകറി ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂട്ടിയിട്ട് ചോറും കഴിച്ചിരുന്ന സമയത്ത് ചേട്ടൻ വന്നു. പിന്നെ ചേട്ടനും ചോറ് കൊടുത്തിട്ട് ഞാൻ ഒന്ന് പോയി കിടന്നു. ഞാനും ചേട്ടനും പോയി കിടന്നു ഉറങ്ങി കേട്ടോ. പിന്നെയും ഞാൻ പോയി കിടന്നുറങ്ങി. കാരണം ഞാൻ പറഞ്ഞു, ബീനയുടെ വീട്ടിൽ പാല് കാച്ചും സമയമൊക്കെ ആയപ്പോൾ കുറേ ദിവസത്തെ ഉറക്കം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഉറക്ക ക്ഷീണം. ഉറങ്ങി എഴുന്നേറ്റ് ഉടൻ തന്നെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ചായ കുടിക്കാനായിട്ട് ഇരുന്ന് കേട്ടോ. കുളിച്ച് വന്നിട്ട് ശേഷം പിന്നെ തലേ ദിവസമേ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള. അപ്പോൾ അതിൽ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു തലേണോറ. പക്ഷേ ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കട്ടിലിനോട് തന്നെ ടൈറ്റായിട്ട് കിടക്കുന്ന മെത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉറ ഇടാനായിട്ട് പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. പക്ഷേ ഞങ്ങൾ കിടക്കുന്ന കട്ടിലിടാൻ പറ്റും. പിന്നെ എബിക്ക് നമ്മൾ പഴയ ഒരു പുതപ്പ് തന്നെയാണ്, പഴയതല്ല, അവന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുതപ്പ് തന്നെ കഴുകിയാണ് അവനിപ്പോൾ ഉപയോഗിക്കാനായിട്ട് അതിൽ വിരിച്ച് വെച്ച് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം എബിയും കുറച്ച് നേരം വീഡിയോ കോളൊക്കെ വിളിച്ചു. ഞാൻ പിന്നെ മെഹന്തിയൊക്കെ ഇട്ട് കേട്ടോ. നല്ല ലേറ്റായി എല്ലാം ഇട്ട് വന്ന സമയത്ത് അതുമൊക്കെ ഇട്ടതിന് ശേഷം പോയി കിടന്നുറങ്ങി കേട്ടോ. ഇതിപ്പോൾ പെട്ടിയ ദിവസമാണ്, ഞായറാഴ്ച പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ. പള്ളിയിൽ പോയി ആരാധനയൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ റസ്ക്കും ബിസ്ക്കറ്റും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഒരു കുട്ടി +2 പാസ്സായിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ വകയായിട്ട് നമുക്ക് ചോക്ലേറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നേ ദിവസം തന്നെ നമുക്ക് എല്ലാവർക്കും സൺഡേ സ്കൂൾ ടെക്സ്റ്റും ഡയറിയൊക്കെ തന്നു. അപ്പോൾ അധ്യാപകർക്കും പ്രത്യേകം ഡയറി ഉണ്ട്, കുട്ടികൾക്കും ഡയറി ഉണ്ട് കേട്ടോ. അതെല്ലാം വാങ്ങിച്ചു. എനിക്ക് എബിക്കുള്ളതൊക്കെ വാങ്ങിച്ചു. നമ്മൾ അവിടെ ഇരുന്ന് തന്നെ പേരെഴുതണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 4ാം ക്ലാസ്സായിരുന്നു പഠിപ്പിച്ചത്. ഇപ്രാവശ്യം 2 സ്റ്റെപ്പ് കൂടെ കയറുന്ന പറയും. ഇപ്രാവശ്യം ഞാൻ 8ാം ക്ലാസ്സാണ് പഠിപ്പിക്കുന്നത് കേട്ടോ സൺഡേ സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കടയിലോട്ട് വന്നു. ഇന്ന് അമ്മയും അച്ഛനും എബിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും വെച്ച് ഞങ്ങൾക്ക് ദോശയാണ് കേട്ടോ വെച്ചത്. അതിനുശേഷം പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ ആയി. ഇത് സലാഡും തോരനും മരിച്ചിനിയും ചിക്കനൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കും കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടിലോട്ട് വിളിച്ചു, അവിടെ നിന്ന് ഇറങ്ങിയെന്നൊക്കെ ചോദിക്കാൻ വിളിച്ചു കേട്ടോ. ആ ടൈമിൽ അവരൊന്നും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലെല്ലാവരും ഇരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് പാചകത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. കാണാൻ നല്ല ലേറ്റാവും. ഞായറാഴ്ച ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റാവുന്നൊരു ദിവസവും കൂടെയാണ്. കമ്മിറ്റിക്ക് പോകണം, പിന്നെ അമ്മയൊക്കെ വരും, അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവർക്ക് വരാനുള്ള ഓട്ടോയൊക്കെ വന്നെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ആക്കി വെച്ചു. എനിക്ക് കമ്മിറ്റിക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. ഒക്കെ വന്ന സമയത്ത് അവരും വന്നു കേട്ടോ. മിക്കുവിനെയും കൊണ്ടാണ് വന്നത്. മിക്കു വണ്ടി കയറി നല്ല ഉറക്കം വരുന്ന ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അവന്. അങ്ങനെ 5 പിന്നെ വീഡിയോ കോൾ വിളിച്ചു, മിലുവിനെയൊക്കെ കാണിച്ചു.
ഞാൻ ഒരു ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് മിക്കുവും എബിയും മാത്രമേ വരൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ ഓരോന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആദ്യം വന്നത് കേട്ടോ. അപ്പോൾ ശലീല ആൻറ്റി വന്ന സമയത്ത് എനിക്ക് 2 ചോക്ലേറ്റ് തന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഒരെണ്ണം ആദ്യക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എബി വന്ന സന്തോഷത്തിൽ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഭയങ്കര ചിരിയും കളിയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ കുടുംബശ്രീക്ക് പോയി. അത് കഴിഞ്ഞ് പിള്ളേർക്ക് ഇത് ബുക്ക് വിതരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുടുംബശ്രീയിൽ നിന്ന് തന്നെ. അപ്പോൾ അതുമൊക്കെ വാങ്ങിച്ചു വീട്ടിലോട്ട് വന്നു. പിന്നെ മിക്കുനെ എബിയെ വിളിച്ച് കാണിച്ചപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എബിയോടെയും ചോദിക്കുമ്പോഴത്തേക്ക് അവൻ്റെ ഫോട്ടോ നോക്കി എബി എന്നൊക്കെ പറയുമെന്ന് അമ്മ പറഞ്ഞു. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, വെളനട ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നിറയെ ബുക്കും സാധനങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ഞാൻ എല്ലാം വാങ്ങിച്ചു. ഞാൻ അന്നത്തെ ആ ഒരു വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും എബിക്ക് മാത്രമായിട്ട് ഞാൻ വാങ്ങിച്ചതല്ല, വേറെ 1-2 പേർ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതൊക്കെ എക്സാം പേപ്പറുകളാണ് കേട്ടോ, വരയിട്ടതും വരയിടാത്തതും അങ്ങനെയൊക്കെയുള്ളത്. പിന്നെ ഈ ഒരു പിള്ളേർക്ക് വായിക്കാനുള്ള ആ ഒരു ബുക്ക് എബി ആ സമയത്ത് ബില്ലടിക്കുന്ന സമയത്ത് എബി ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴവനത് കണ്ടപ്പോൾ വേണമെന്ന് തോന്നിയപ്പം ഞാൻ പിന്നെ വാങ്ങിച്ചു കൊടുത്തതല്ലേ, വായിക്കാനാണല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തതാണ്. അവൻ ഇനി ഈ ഒരു വർഷത്തേക്കുള്ള മിക്കവാറും സാധനങ്ങൾ എല്ലാം ഞാൻ വാങ്ങിച്ചു. പേന, പെൻസിൽ അങ്ങനെയുള്ളതൊന്നും ഇനി ഈ ഒരു വർഷത്തേക്ക് അവന് വാങ്ങിക്കേണ്ട ആ രീതിയിൽ തന്നെ ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബുക്കൊക്കെ ചിലപ്പം വേറെ വാങ്ങിക്കേണ്ടി വരും, കാരണം ഞാൻ പറഞ്ഞല്ലോ വേറെ കുറച്ച് പേർ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ തന്നെ വേറെ 2-3 പേർക്ക് കൂടെ വാങ്ങിക്കാൻ പറ്റുന്നത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള കാര്യമാണ്. ദൈവം എന്നെ അങ്ങനെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ അത് ആർക്ക് കൊടുത്തെന്നോ എന്തിനു കൊടുത്തെന്നോ എന്നുള്ള ഒരു കാര്യവും ഞാനിത് വ്ളോഗിൽ കാണിക്കുന്നതുമില്ല. അത് ചിലവർക്കത് ഇഷ്ടപ്പെടുമായിരിക്കും, എൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തോന്ന് ചിലർ പറയും. പക്ഷെ ചിലർക്ക് അതൊക്കെ ചില വിഷമം തോന്നും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എടുക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോയ സമയത്ത് കളറിങ് ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അതൊരു സെറ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവന് എപ്പോഴും കളറിങ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കുറേ ആ ഒരു സെറ്റിനകത്തായിരുന്നു കേട്ടോ കളറിങ് സാധനങ്ങളൊക്കെ ഇരുന്നു. അതിൻ്റെ കുറേയൊക്കെ അവനും മിക്കുവും ആദ്യം കൂടെ തന്നെ അവിടെ ഇരുന്ന് മിക്കവാറും സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പാടില്ലായിരുന്നു. ഈ ജോമെട്രി ബോക്സ് അന്നത്തെ ഒരു ദിവസം ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമാണ് ടോമി പോയി വാങ്ങിച്ചത് കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത സമയത്ത് പറഞ്ഞു ജോമെട്രി ബോക്സ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രണ്ടാമതാണ് പോയത്. അപ്പോൾ ബില്ലടിക്കാനായിട്ട് മാറിപ്പോയതായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ഒരു ദിവസം ഞാനായിരുന്നു അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ടോമി ചെന്ന ഉടൻ തന്നെ അവർ ഈ ജോമെട്രി ബോക്സൊക്കെ എടുത്ത് കൊടുത്തത് കേട്ടോ. അപ്പം ഒരു വലിയ ബുക്കും ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും 2-3 ബുക്കിൻ്റെയൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാനും വലിയ ബുക്ക് നോക്കി ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു 2 ദിവസമായിരുന്നു. ഇപ്പം ഓരോ ദിവസത്തെ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതാണ് ഇപ്പോൾ 2 ദിവസത്തെ വീഡിയോസൊക്കെ ഞാൻ ഒരുമിച്ച് എടുത്തത്. പിന്നെ അമ്മ അവനെടുത്ത് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ, അമ്മയും അച്ഛനും കൂടെ എടുത്തിട്ട് കൊടുത്ത ഡ്രസ്സാണ്. ഈ ഒരു പാൻറ്റ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ എപ്പോഴും വീട്ടിടാൻ വേണ്ടിയിട്ട് ആ ഒരു പാൻറ്റ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സാധനങ്ങൾ എനിക്കും എബിക്കും ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എവിടെയെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന സമയത്തും ഉപയോഗിക്കണമല്ലോ, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.